ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ അക്കൗണ്ടിംഗ് കോഴ്സ് ചെയ്യുക, വിദേശത്ത് പോവുക, ഒരു അക്കൗണ്ടന്റ് ആവുക. ഇതായിരുന്നു മുമ്പത്തെ ഒരു ട്രെൻഡ്. എന്നാൽ ഇപ്പോൾ പല GCC രാജ്യങ്ങളിലും അതല്ലെങ്കിൽ പല വിദേശ രാജ്യങ്ങളിലും കോർപ്പറേറ്റ് ടാക്സ് അപ്ലിക്കബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവില്ല എങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതുവരെ VAT മാത്രമായിരുന്നു GCC രാജ്യങ്ങളിൽ പലതിലും അപ്ലിക്കബിൾ ആയിരുന്നത്. എത്രയാണോ സെയിൽ അതിൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് ടാക്സ് അടക്കുക. അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് 3,75,000 വന്നു കഴിഞ്ഞാൽ അവിടെ കോർപ്പറേറ്റ് ടാക്സ് നിർബന്ധമായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് നിർബന്ധമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ 3,70,000 താഴെയുള്ള സ്ഥാപനം, ചെറുകിട സ്ഥാപനങ്ങളിൽ നമുക്ക് ജോലി കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ ഇനി അവരുടെ ലൈസൻസ് പുതുക്കണമെങ്കിൽ ബാലൻസ് ഷീറ്റ് PNL ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങളൊരു സ്ഥാപനത്തിൽ പോകുന്ന സമയത്ത് ആ ഒരു സ്ഥാപനത്തിന്റെ കണക്ക് കാര്യങ്ങൾ കൃത്യമല്ല എങ്കിൽ അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മെയ് 1 മുതലാണ് ADN സ്കൂൾ ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. 15 സ്റ്റുഡൻസ് മാത്രമേ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ക്ലാസ് എടുക്കാൻ വരുന്നത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഇവിടെ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയാലുടൻ നിങ്ങൾക്ക് ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള തരത്തിൽ നിങ്ങളെ ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്.